संसद भवन उखाड़ दिया जाएगा, संसद भवन उखाड़ दिया जाएगा, इसके बारे में उखाड़ दिया जाएगा, नेपाल जाएगा, नेपाल नेपाल नेपाल। ഇതാണ് പലരും പറയുന്ന സമാധാനത്തോടുള്ള സമരം, സ്റ്റുഡൻസിന്റെ സമരം, പാർലമെന്റ് മന്ദിരം അവർക്ക് തകർക്കണം. ഇതല്ലേ ശരിക്കും ആന്റി നാഷണലിസ്റ്റ്? എടാ ഇവരൊക്കെ തീവ്രവാദികളല്ലേ? അല്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? പാർലമെന്റ് മന്ദിരം തകർക്കാനായിട്ട് ഓടി അങ്ങോട്ട് ചെല്ല്. ഇന്ത്യയുടെ കയ്യിൽ ഡൽഹി പോലീസ് അല്ലാതെ അവിടെ നിൽക്കുന്ന കുറച്ച് പാരാ കമാൻഡേഴ്സ് അല്ലാതെ വേറെ കുറച്ച് ടീംസ് കൂടെ ഉണ്ട്. അവന്മാരെ അങ്ങോട്ട് ഇറക്കി വിടും. അവന്മാർ നിന്റെയൊക്കെ മൂലത്തിലൂടെ ശൂലം കയറ്റി വിടും. ഈ വിഷയം നമ്മൾ ഇനി അഡ്രസ് ചെയ്യുമ്പോൾ CJP-യിലുള്ള ആളുകളോ അല്ലെങ്കിൽ അവിടെ പ്രൊട്ടസ്റ്റിന് പോയിരിക്കുന്ന വ്യക്തികളോ പറയും ഇത് ഞങ്ങളുടെ ആൾക്കാരല്ല, ഇത് BJP ഈ ഒരു സമരം അലങ്കോലപ്പെടുത്താനായിട്ട് BJP ഇറക്കി വിട്ട RSSകാരാണ് എന്ന് പറയും. എന്നൊക്കെ ആരെങ്കിലും പറയുകയാണെങ്കിൽ, പണ്ട് ആരുടെയെങ്കിലും ഒക്കെ കുൽസിത വീഡിയോസ് ഒക്കെ ഇറങ്ങുമ്പോൾ പലരും പറയും അയ്യോ ഇത് ഞങ്ങളുടെ വീഡിയോ അല്ല, ഇത് മോർഫിംഗ്. ഇപ്പൊ പറയും ഇത് ഞങ്ങളുടെ വീഡിയോ അല്ല, AI ആണെന്ന് എന്ന് പറയുന്ന പോലെ ഉള്ളൂ. ഇത് ഞങ്ങളല്ല, ഇത് BJP ഇറക്കി വിട്ട RSS. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം എളുപ്പമായല്ലോ. പാർലമെന്റിന്റെ മുന്നിൽ സമരം ചെയ്യാനോ ജാഥ നടത്താനോ പെർമിഷൻ ഇല്ലാതെ ആർക്കും സാധിക്കത്തില്ല. അങ്ങനെയുള്ളിടത്താണ് ഈ പെർമിഷൻ ഇല്ലാതെ കുറെ കൂട്ടങ്ങൾ അവിടെ പോയി ജാഥ നടത്താൻ വേണ്ടി ശ്രമിച്ചത്. അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റീസ്, അവിടെ നിൽക്കുന്ന കമാൻഡോസ്, അവര് ബീഡി വലിക്കാതിരിക്കുന്നവരല്ല. അവരുടെ ജോലി അവർ ചെയ്യും. അവർ അപ്പോൾ ടിയർ ഗ്യാസ് വലിച്ചെറിയും, ലാത്തി ചാർജ് ചെയ്യും, അടിയും കൊണ്ട് തൂറി മെഴുകി ഓടിയിട്ട് അയ്യോ ഞങ്ങളെ പോലീസ് അറ്റാക്ക് ചെയ്തേ എന്ന് പറയുന്നത് എത്രത്തോളം ഉചിതമാണ്? CJP എന്ന് പറയുന്ന പാർട്ടിയെ നമ്പിക്കൊണ്ട് സ്റ്റുഡൻസിന്റെ പ്രൊട്ടസ്റ്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് അവിടെ പോകുന്ന ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ 3-4 പേരുടെ മൈൻഡ് സെറ്റ് ആയിരിക്കത്തില്ല അവിടെയുള്ള എല്ലാവർക്കും. പല ടൈപ്പിലുള്ള ആൾക്കാരുണ്ട്. ഏതെങ്കിലും ഒരുത്തൻ ഇപ്പൊ ഈ പറഞ്ഞ പോലെ പാർലമെന്റ് തകർക്കാനോ പോയി ഒരു ബോംബിട്ടെന്ന് വെച്ചോ, അവിടെ നിൽക്കുന്ന എല്ലാം കുടുങ്ങും. നാളെ നിങ്ങളുടെ കരിയറിനോ അല്ലെങ്കിൽ സ്റ്റിൽ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലോ അതിന്റെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കാനായിട്ട് CJP പാർട്ടിയിൽ ഒരുത്തനും കാണത്തില്ല. ഇതൊരു പൊളിറ്റിക്കൽ പാർട്ടിയല്ല ആരെങ്കിലും അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കാനായിട്ട്. ഇപ്പൊ ഈ പറയുന്ന അഭിജിത്ത് എന്ന് പറയുന്ന CJP-യുടെ ഫൗണ്ടർ, അവൻ മുങ്ങും. അവനൊന്നും ഇതിന്റെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കാൻ പോകുന്നേ ഇല്ല. അതുകൊണ്ട് ഇവരെയൊക്കെ വിശ്വസിച്ചിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് അവിടെ വലിയൊരു അറ്റാക്കോ മറ്റ് സ്ഫോടനങ്ങളോ സംഭവിച്ചു കഴിഞ്ഞാൽ പോകുന്നവന്റെ എല്ലാ കരിയറും അതോടെ തീർന്നു. ഇതൊരു പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഇതിന്റെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കാൻ കാണും. ഇപ്പൊ ഈ ചോദ്യപേപ്പർ ചോർച്ച, ഇതിന്റെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കേണ്ടത് ആരാണ്? വിദ്യാഭ്യാസ മന്ത്രിയാണ്. പുള്ളി അത് ഏറ്റെടുത്തില്ലെങ്കിൽ നമുക്ക് സമരം ചെയ്യാം മാന്യമായ രീതിയിൽ. പക്ഷേ CJP പാർട്ടിയിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിന്റെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കാനായിട്ട് ആരും കാണത്തില്ല. അതൊരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ഓർഗനൈസേഷനോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. ഇതൊന്നും മനസ്സിലാക്കാതെ പ്രൊട്ടസ്റ്റ് എന്ന് കേൾക്കുമ്പോഴത്തേക്കിനും ഇവിടുന്ന് പൊക്കി പിടിച്ചു പോകുന്ന ആണിനും പെണ്ണിനോടും ഒക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എടേ ഒന്ന് ആലോചിക്കടേ. CJP എന്ന് പറഞ്ഞ പാർട്ടി അതിൻ്റെ നേതാവ് മുങ്ങിയെന്ന് അറിഞ്ഞത്. ഇപ്പോൾ തല്ലിപ്പൊട്ടിക്കാൻ പോയവരൊക്കെ എന്താകുമോ അറിയത്തില്ല. പൊന്നു മോനെ കുടുംബം വിറ്റാൽ തീരത്തില്ല കേസൊന്നും. ഞാനിവിടെ മേടിച്ച് വെച്ചേക്കുന്ന TV, ഇവിടെ നിൽക്കുന്ന അലമാര, ഈ ഗ്ലാസ്, ഇവിടേക്ക് എന്തെങ്കിലും സാധനമുണ്ടോ തല്ലിപ്പൊട്ടിക്കാൻ പറ്റിയ സാധനങ്ങളുണ്ടോ? ഈ കഥവായാലും ഞാൻ തല്ലിപ്പൊട്ടിച്ചെന്നിരിക്കട്ടെ, ഇതാരാ വാങ്ങിക്കേണ്ടത്? ഇത് ഞാൻ തന്നെ കാശ് കൊടുത്ത് ഞാൻ തന്നെ വാങ്ങിക്കണം. എൻ്റെ ഫോൺ തല്ലിപ്പൊട്ടിച്ചാൽ, എൻ്റെ ഒരു കാറ് തല്ലിപ്പൊട്ടിച്ചാൽ ആരാണ് വാങ്ങിക്കേണ്ടത്? അത് ഞാൻ തന്നെ വാങ്ങിക്കണം. അപ്പം അങ്ങ് കേന്ദ്രത്തിലൊക്കെ തല്ലാൻ പോയ സഹോദരന്മാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ആ പോയതൊന്നും ആരുടെയും വകയല്ല, നമ്മളൊക്കെ തന്നെ പൈസ കൊടുത്ത് മേടിച്ച സാധനങ്ങളാണ് തല്ലിപ്പൊട്ടിച്ചുള്ളത്. അപ്പം നിങ്ങൾ തല്ലിപ്പൊട്ടിക്കാൻ പോയപ്പം അത് ഓർക്കണമായിരുന്നു. എനിക്കിതേ പറയാനുള്ളൂ. ഓക്കെ.